ഇപ്പോൾ ഞാനൊരു കടയിൽ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മലയാളികളാണ്, നമുക്ക് ഡിസ്കൗണ്ട് ഫ്രീ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് എടുക്കും. ഗ്യാംബ്ലിംഗ് ഒക്കെ നമുക്ക് ഓഫർ ചെയ്യുന്ന ഞാൻ മാത്രമല്ല എല്ലാം ഇപ്പോൾ പല ഇൻഫ്ലുവൻസേഴ്സും ചെയ്യുന്നുണ്ട്. അതൊക്കെ എനിക്ക് വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. കാരണം ആക്ച്വലി നമ്മുടെ ഓഡിയൻസിനെ അത് ഇത് ചെയ്യാണ്, അവർ പോലും അറിയാതെ അവരെ ചീറ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ഇപ്പോൾ റെയ്ഡൊക്കെ വരുന്നുണ്ട്, എല്ലാവരും അണ്ടർ സ്ക്രൂട്ടിനിലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാം? എല്ലാ ഇൻഫ്ലുവൻസേഴ്സിൻ്റെയും കയ്യിൽ അങ്ങനെ ഒരുപാട് പൈസ ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പം എല്ലാവരുടെയും കയ്യിൽ അങ്ങനെ ഇപ്പം ആ ഒരു ലിസ്റ്റിൽപ്പെട്ട ഒരു കാറ്റഗറി ആൾക്കാരുണ്ട്, ഒരു 10%. അവരുടെ കയ്യിൽ മേ ബി കാണാം. ഇപ്പോൾ ഒരു തെറ്റിദ്ധാരണ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്നുണ്ട്, ഇൻഫ്ലുവൻസേഴ്സ് അല്ലെ യൂട്യൂബേഴ്സ് എന്ന് പറയുന്നത് ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കുന്നവരാണ്, എല്ലാവർക്കും പൈസ എടുത്തു കൊടുക്കണം. ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് നമുക്ക് ഇന്ത്യയിലാണ് നെറ്റ്വർക്ക് കിട്ടുന്നത്. അത് ഭയങ്കര സഹായം. ഇപ്പോൾ പണ്ടത്തെ പോലെ നമുക്ക് ഒരു കോളേജിൽ പോകണ്ട ഒരു ഡിഗ്രി എടുക്കാൻ. ആക്ച്വലി നമുക്ക് യൂട്യൂബിലുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ നമുക്ക് പഠിക്കാൻ പറ്റും. എല്ലാ ഓഡിയൻസും നമ്മുടെ വീഡിയോസ് ഏറ്റെടുത്ത് കാണുന്നു. അവരൊക്കെ ജീവിതത്തിൽ നമ്മുടെ ഒരു വീഡിയോ കൊണ്ട് ഒരു ഉപകാരം, ചെറിയ ഒരു 10 രൂപയുടെ ആണെങ്കിൽ പോലും ഒരു ഉപകാരം, ഒരു ലാഭം ഉണ്ടാവുന്നെങ്കിൽ അത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഈ കുട്ടികൾക്കാണ് ടീച്ചേഴ്സിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നത്. കാരണം ടീച്ചേഴ്സ് ഫോളോ ചെയ്യുന്നത് ആ പഴയ സിലബസ് ആണ്. ആ സിലബസ് മാറിയിട്ട് ഈ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ കൂടെ ഇന്റർനെറ്റ് റിസർച്ച് ചെയ്തിട്ട് അവർക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം. ഈ ഇടയ്ക്ക് ഒരാൾ ഒരു ന്യൂസ് ചാനലിൽ പറഞ്ഞു, ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ മോശക്കാരാണ്, സാമൂഹ്യ വിരുദ്ധരാണ്. യെസ്, ഐ ക്യാൻ ഇൻഫ്ലുവൻസ്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe. We present you the perfect English. WhatsApp now 9633 888 575. ഹലോ, യെസ് ഐ ക്യാൻ ഇൻഫ്ലുവൻസ് എന്ന നമ്മുടെ ഷോയുടെ ഭാഗമായി നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിനെ മീറ്റ് ചെയ്യാറുണ്ട്. എന്നാൽ അങ്ങനെ നമ്മൾ ഇന്ന് മീറ്റ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, അഭിജിത്ത് ട്രീ ട്രാവലർ. ഹലോ. താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്താ, കൊമേഴ്സ് ആണ്, ഫൈനാൻസ് ആണ് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ എന്താണ് പഠിച്ചത്? ഞാൻ BB ആണ് പഠിച്ചത്. BB ആണ് പഠിച്ചത്. നേരെ അപ്പോൾ ഇതിലേക്ക് ഇറങ്ങാൻ? അതെ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങി, ഈ വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ BBA കഴിഞ്ഞ് ഈ കോമേഴ്സ് അല്ലെങ്കിൽ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ്സ് ചെയ്യണം, ആ ഒരു ഏരിയ എക്സ്പ്ലോർ ചെയ്യണം എപ്പോഴാണ് തോന്നിയിട്ടുള്ളത്? കൊമേഴ്സിനോട് ഒരു താല്പര്യമുണ്ട്, ബിസിനസ് ഓണ്ടർപ്രണർഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ താല്പര്യം ഒരു കാര്യമാണ്. അപ്പോൾ പേഴ്സണൽ ഫൈനാൻസും അതുപോലെ നമ്മൾ പഠിക്കണം എന്നെനിക്കൊരു കാലഘട്ടത്തിൽ മനസ്സിലായി. കാരണം ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് ഇൻവെസ്റ്റിങ്ങിനെ പറ്റി പഠിക്കണം, കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ, നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടണമെങ്കിൽ അതൊക്കെ പഠിക്കണം. അതൊക്കെ നമ്മൾ പ്രാബല്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ അത് ഇത് ചെയ്യണമെന്ന് മനസ്സിലായപ്പോഴാണ് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ പഠിച്ചതും. പിന്നെ അതിനുശേഷമാണ് ഈ കണ്ടന്റ് ക്രിയേഷനിലോട്ടൊക്കെ വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ തുടക്കം ചെയ്തത് അതിനുശേഷമാണ് കണ്ടന്റ് ക്രിയേഷൻ എന്നുള്ളൊരു മേഖലയെപ്പറ്റി, സാധ്യതയെപ്പറ്റിയൊക്കെ അറിയുന്നത്. അപ്പം 2019 സമയത്ത് ഞാൻ ഫസ്റ്റ് ട്രാവൽ വീഡിയോസ് ചെയ്ത് നോക്കി. അപ്പം ആ സമയത്തൊക്കെ യൂട്യൂബിൽ ലീഡിങ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവരുടെ വീഡിയോസ് കാണുന്നതാണ് മെയിൻ ഓഡിയൻസ്. നമ്മളിലേക്ക് എത്തിപ്പെടുക എന്ന് വെച്ചാൽ വളരെ പാടാണ്. ശേഷം ഞാൻ ചെറുതായിട്ട് ഫുഡ് വ്ളോഗ്സ് ഒക്കെ ചെയ്തു. അതും ട്രാവൽ റിലേറ്റഡ് ആണല്ലോ. അങ്ങനെ ഫുഡ് വ്ളോഗിങ് ഷോർട്സ് വീഡിയോ ആയിട്ട് അന്ന് ഷോർട്സ് അപ്പോൾ കയറി വരിക. അപ്പോൾ ആ സമയത്ത് അത് ചെയ്ത് നോക്കി, അതിനും റീച്ച് കുറവ്. ദെൻ കുറേ സമയം പഠിത്തത്തിനോട്ടൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് പിന്നതിന് ശേഷമാണ് ഈ പറയുന്ന ഫൈനാൻസിലേക്ക്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കിത് ചെയ്യുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം മലയാളികളാണ്, അപ്പം നമുക്ക് ഫൈനാൻസ് പോലത്തെ ഒരു കാര്യം എങ്ങനെ അവരിലേക്ക് എത്തിക്കും എന്നുള്ള ഭയങ്കര ഡൗട്ടാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റർടൈൻ പ്ലസ് നോളജ്. ഓക്കെ, എൻ്റർടൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിൽക്കും. മീ ടു, ഞാനായാലും അവിടെ തന്നെ നിൽക്കും. എൻ്റർടൈൻ ആയിട്ടുള്ള വീഡിയോയിൽ നമ്മൾ അവിടെ നിൽക്കും. അപ്പോൾ അങ്ങനെയാണ് ഇതിലോട്ട് 59 സെക്കൻഡിൽ നമ്മൾ ഫൈനാൻസിനെ നമ്മൾ ആ ഒരു രീതിയിൽ എൻ്റർടൈൻ പ്ലസ് നോളജ് എന്നുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്യും. എൻ്റർടൈൻമെൻ്റ് ആണ് പറയുന്നത് പറഞ്ഞു. അപ്പോൾ ഷോ ഇതിനൊരു സ്പേസ് ഉണ്ടെന്ന് എപ്പോഴാണ് മനസ്സിലായി? ലൈക്ക് മുമ്പ് എപ്പോഴെങ്കിലും പുറത്താരെങ്കിലും ഇത്തരം വീഡിയോസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ അത് സ്റ്റേറ്റിലുള്ള ചില വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിലോട്ട് വരുമ്പോൾ മലയാളത്തിൽ അങ്ങനെ ഇപ്പോൾ ഫൈനാൻസ് ഇൻഫ്ലുവൻസറായിട്ട് ഫൈനാൻസിനെ പറ്റി സംസാരിക്കുന്ന ആൾക്കാരല്ല, സ്റ്റോക്ക് മാർക്കറ്റ് ഫൈനാൻസ് സംസാരിക്കുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ്, കയ്യിലുണ്ടാവുന്ന ആൾക്കാരേ ഉള്ളൂ. അപ്പം പക്ഷേ ഇപ്പം ഞാൻ ചെയ്യുന്ന ടൈപ്പ് ഒരു വീഡിയോസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ടൈമിൽ ആരും ഇല്ല. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഞാൻ അങ്ങനെ ഒരു സ്പേസ് ഉണ്ടെന്ന് കണ്ടതും ആൾക്കാർക്ക് എൻ്റർടൈൻ ആയിക്കൊണ്ട് തന്നെ പെട്ടെന്ന് കാര്യങ്ങൾ കിട്ടുക, ഒരു നോളജ് ഒരു 59 സെക്കൻഡ് അകത്ത് വെച്ച് തന്നെ ഷോർട്ട് വീഡിയോയിൽ അല്ലെങ്കിൽ റീലിൽ തന്നെ കിട്ടുക എന്നുള്ള ആശയത്തിൽ നിന്നാണ് ഇങ്ങനെ കൊണ്ടുവന്നത്. മിക്ക വീഡിയോസും 2 ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ് പ്ലേ ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ ഈ എൻ്റർടൈൻമെൻറ്റ് പ്ലസ് ഇൻഫർമേഷൻ എന്നുള്ളതാണല്ലോ ഇതിൻ്റെ ഒരു രീതി. അപ്പോൾ എപ്പോഴാണ് അങ്ങനെ ഒരു ബാലൻസ് വേണം തോന്നിയത്? എപ്പോഴാണ്?
ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിപ്പം ഒരു നോളജ് ഇപ്പം നമ്മൾ വെറുതെ വന്നിരുന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ബോറടിക്കും. പ്രത്യേകിച്ച് ഫൈനാൻസ്, കൊമേഴ്സ് പോലത്തെ ഒരു സാധനം ഓട്ടോമാറ്റിക്കലി അവർ സ്കിപ്പ് ചെയ്യും. ബട്ട് നമ്മളൊരു ക്യാരക്ടർ കൊടുത്താൽ ഓക്കെ എൻ്റർടൈൻ ആക്കി കഴിഞ്ഞാൽ ഒരു കോൺവെർസേഷൻ വരുമ്പോൾ അവർക്കത് കേൾക്കാൻ ഒരു താല്പര്യം കാണും. കാരണം ഒരു ക്യാരക്ടർ വന്നിട്ട് നമ്മൾ മെയിനായിട്ട് ഇങ്ങനെ പറയല്ല, ക്യാമറ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബോറിംഗ് ആണ്. രണ്ട് ക്യാരക്ടർ വന്നൊരു ടോപ്പിക്കിനെ പറ്റി സംസാരിച്ച് അല്ലെങ്കിൽ ഒരു കഥയെപ്പറ്റി പറഞ്ഞിട്ട് അതുവഴി നമ്മളൊരു ഇൻഫർമേഷൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പോലും അറിയാതെ ഇൻഫർമേഷൻ അവരിലേക്ക് എത്തുകയും ചെയ്യും. അവർക്ക് അതുകൊണ്ട് യൂസ്ഫുൾ ആവുകയും ചെയ്യും. എനിക്ക് അതിനനുസരിച്ചുള്ള ബെനിഫിറ്റും കിട്ടും, എനിക്ക് വ്യൂസും കിട്ടും. ഈ ഫണ്ണായിട്ട് ചെയ്യുമ്പോൾ പോലും ഈ 59 സെക്കൻഡ്സ് പറഞ്ഞ പോലെ 59 സെക്കൻഡ്സിൽ ഇത് ലിമിറ്റ് ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ ഇതായിട്ട് USP ആയിട്ട് കാണുന്നത്. അപ്പോൾ ഈ സിമ്പിളായിട്ട് കാര്യം പറയുക എന്നുള്ളതിൻ്റെ എവിടെ നിന്നാണ് അങ്ങനെ ഒരു ഐഡിയ വന്നത്? ലൈക്ക് എല്ലാം ഈ ഡിസ്കസ് ചെയ്യുന്ന ഇപ്പോൾ സ്റ്റോക്ക് ആയാലും ശരി, അല്ലെങ്കിൽ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളായാലും ഒറ്റയടിക്ക് നമ്മൾ ടെക്സ്റ്റിൽ വായിക്കുമ്പോൾ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഈസിലി ആൾക്കാർക്ക് കണക്ട് ചെയ്യാം, പക്ഷെ ഒരുപാട് റിപ്പീറ്റ് വാല്യൂ ഉള്ള വീഡിയോസ് ഉണ്ട്. തീർച്ചയായിട്ടും. ഇപ്പം അങ്ങനെയുള്ള വീഡിയോസ് നമുക്ക് മെയിൻലി ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിനെ സംബന്ധിച്ച് അലോചിച്ചതെ സംബന്ധിച്ച് നമുക്ക് സേവുകൾ ഉണ്ടാവും. ഓക്കെ, അങ്ങനെ അവർ സേവ് ചെയ്ത് വെക്കും. ഇപ്പം ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോയുടെ റെലവൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇപ്പം മേ ബി അതൊരു ലോ ആയിരിക്കാം, അത് ലോങ് ടേമിലേക്കുള്ളതായിരിക്കാം, ആൾക്കാർക്ക് അറിയാത്തൊരു കാര്യമായിരിക്കാം. അപ്പോൾ അവരത് സേവ് ചെയ്ത് വെക്കും, പിന്നീട് ആവശ്യമുള്ളപ്പോൾ അതെടുക്കും. ഇപ്പോൾ റെയിൽവേയുടെ ഒരു കാര്യമാണെങ്കിൽ അവർ സേവ് ചെയ്ത് വെക്കും. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ആ വീഡിയോ അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ട് അല്ലെങ്കിൽ യൂട്യൂബിൽ കയറിയിട്ട് സേവിനകത്തുനിന്ന് എടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് അവർക്ക് അത് കാണാൻ പറ്റും. അത് കൂടാതെ ഇപ്പോൾ ഫൈനാൻസ് മാത്രമല്ല, ആദ്യമൊക്കെ ഫൈനാൻസ് മാത്രമായിരുന്നു, പിന്നെ അല്ലാതെയുള്ള വീഡിയോസും ചെയ്യുന്നുണ്ട്. ടെക്കും സ്റ്റോക്ക് മാർക്കറ്റ്, പേഴ്സണൽ ഫൈനാൻസ്, അങ്ങനെ മൊത്തത്തിൽ ഒരു ഇൻഫർമേഷൻസ് മണി റിലേറ്റഡ് ആയിരിക്കും കൂടുതൽ കാര്യങ്ങളും വരുന്നത്, ഇൻവോൾവ്മെന്റ് ഉള്ളത്. ഇപ്പോൾ ഫൈനാൻഷ്യൽ അഡ്വൈസിംഗ് തന്നെ പറയാലോ വേണമെങ്കിൽ. അപ്പോൾ കേരളത്തിൽ യങ്സ്റ്റേഴ്സ് ഇപ്പോൾ 2 തരം ആൾക്കാരാണുള്ളത്. ഇതിലൊരു സ്റ്റോക്കിലൊരു കരിയർ വേണം, അല്ലെങ്കിൽ റെഗുലർലി ബിസിനസ് മൈൻഡിൽ കണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പൈസ നോക്കുന്നവരുണ്ട്. അല്ലാതെ സേവിങ്സിൻ്റെ ഒരു ഭാഗം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ചെറിയൊരു എമൗണ്ട് അവിടെ നിന്ന് മാറ്റി വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ 2 തരം ആൾക്കാരും ബ്രോഡ് എടുത്ത് ഒപ്പീനിയൻസ് ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും 2 തരം ആൾക്കാരുണ്ട്. ഇതിൽ കൂടുതലുണ്ട്. ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. ചില ആൾക്കാർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ പേടിയാണ്. അവർ ജസ്റ്റ് അവർ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കാണുന്നത് ബാങ്ക് അക്കൗണ്ടിൽ ഫണ്ട് ഇടുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ FD ഇടുക എന്നുള്ളതാണ്. ഓക്കെ, FD ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്, ഒരു പ്രശ്നമല്ല. പക്ഷേ FDക്ക് ഇപ്പോൾ കിട്ടുന്ന നമുക്ക് അറിയാം ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് വെച്ചാൽ 7 to 8%. പക്ഷേ നമ്മുടെ ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത് തന്നെ 6 above ആണ്. അപ്പോൾ എങ്ങനെ അതിനെ ബീറ്റ് ചെയ്യും എന്നുള്ളത് കാര്യമാണ്. അപ്പോൾ ആക്ച്വലി ഒന്നും കിട്ടുന്നില്ല റിട്ടേൺ, അത് നമുക്ക് മനസ്സിലാക്കുന്നില്ല. ആ മനസ്സിലാക്കാത്തതിൻ്റെ കാരണമാണ് ഫിനാൻഷ്യൽ നോളജ് ഇല്ലായ്മ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ മാക്സിമം ക്ലിയർ ചെയ്യാൻ നോക്കുന്നത്. ഇപ്പം ഞാൻ മാത്രമല്ല, പല ക്രിയേറ്റേഴ്സും ഉണ്ട്. ഇപ്പം അത് കയ്യിലുണ്ടാവുന്ന ആൾക്കാരേ ഉള്ളൂ ഈ പറഞ്ഞ ഫിനാൻഷ്യൽ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. ഇനിയും മുന്നോട്ട് വരണം ആൾക്കാർ. ഫിനാൻഷ്യൽ വീഡിയോസ്, ഫിനാൻഷ്യൽ നോളജ് എല്ലാവരിലേക്കും എത്തണം. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ പോലും ഇതുവരെ ചെയ്ത വീഡിയോസിൽ ഏതൊരു പോയിന്റ് എത്തിയപ്പോഴാണ് ഓക്കെ നമ്മുടെ ആളുകൾ ഇത്ര കാണുന്നുണ്ട്, നമ്മുടെ വീഡിയോസ് ഇത്ര റിയാക്ട് ചെയ്യുന്നുണ്ട് ആളുകൾ, അത് തോന്നി തുടങ്ങിയത് ഏതൊരു വീഡിയോ? അല്ലെങ്കിൽ ഫസ്റ്റ് ഞാൻ ഈ ഒരു കണ്ടന്റ് പ്ലാൻ ചെയ്ത് ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ തന്നെ അതിനൊരു ഒരു സാമാന്യം നല്ലൊരു റീച്ച് ഉണ്ട്. അപ്പം എനിക്ക് മനസ്സിലായി ഒരു സാധ്യതയുണ്ട്. പിന്നെ എൻ്റെ 3rd വീഡിയോ തന്നെ വൈറലായി. ഒരു ലൈസൻസിൻ്റെ ഒരു കാര്യം പറയുന്നത്, നമ്മളെ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ആ ലൈസൻസ് നമുക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ ഹാജരാക്കിയാൽ മതി എന്നുള്ളൊരു കാര്യം, അത് വൈറലായത്. യെസ്, അത് 1 മില്യൺ തന്നെ ആ വീഡിയോ പോയി. ആ സമയത്ത് ഏകദേശം 5 lakh ക്രോസ് ചെയ്തു. ഇട്ട 3ാമത്തെ വീഡിയോ എന്ന് ആലോചിക്കണം. അപ്പോൾ എക്സൈറ്റഡ് ആയി പിന്നെയും ഡെയിലി വീഡിയോസ്, ഡെയിലി ഓരോ കണ്ടന്റ് വെച്ച് കൊണ്ടുവരാൻ തുടങ്ങി. എല്ലാത്തിനും ആവറേജ് വ്യൂസ് കിട്ടി. ആദ്യം ഇൻസ്റ്റാഗ്രാമിൽ കിട്ടി തുടങ്ങി, പിന്നെ യൂട്യൂബായി, പിന്നെ ഫേസ്ബുക്കായി. ബ്രോ ചെയ്യുന്ന കണ്ടന്റ്സ് എല്ലാം നമുക്ക് കൺമുമ്പിലുള്ളതാണ്, പക്ഷെ ശ്രദ്ധിക്കാത്ത കണ്ടന്റ്സ് ആണ്. ഇത് ആരും കാണാത്ത സംഭവമല്ല, പക്ഷെ ബ്രോ പറയുമ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യണം, അയ്യോ ശരിയാണല്ലോ എന്ന് പറഞ്ഞിട്ട്. എനിക്കൊരു ക്രേസ് ഉള്ള ഒരാളാണ്. ഇപ്പം ഞാനൊരു കടയിൽ പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് മലയാളികളാണ്, നമുക്ക് ഡിസ്കൗണ്ട് ഫ്രീ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് എടുക്കും. അപ്പം അങ്ങനെയും ഞാൻ കുറച്ച് ഹാക്ക് വീഡിയോസ് ചെയ്തിട്ടുണ്ട് പല ബ്രാൻഡുകളെയും വെച്ചിട്ട്. അപ്പം നമുക്കിതൊന്നും ഇപ്പോൾ പെട്ടെന്നൊരു കടയിൽ പോകുന്നു, നമുക്കൊരു ബ്രാൻഡിൻ്റെ പെട്ടെന്ന് നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാനുള്ള സമയമൊന്നും കിട്ടിയെന്ന് വരത്തില്ല. ഞാൻ നോക്കും ഒബ്വിയസ്ലി, പക്ഷേ എല്ലാവരും അങ്ങനെ നോക്കുന്നവരായിരിക്കണം എന്നില്ല. പക്ഷേ നമുക്കത് നേരത്തെ ആ നോളജ് അറിയാൻ പറ്റിക്കഴിഞ്ഞാൽ, അതൊരു വീഡിയോ ആയി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. ഒരു വീഡിയോ, ഓഡിയോയും വിഷ്വലും നമുക്ക് പെട്ടെന്ന് കിട്ടും. നമുക്ക് പെട്ടെന്ന് എടുത്ത് നോക്കാനും വായിക്കേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെയും കൂടെയാണ് ഇപ്പം ഞാൻ അങ്ങനെ നോക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ വീഡിയോസ് കൂടെ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൂടെ അറിയട്ടെ. ഡിസ്കൗണ്ട് ഇപ്പോൾ പല ബ്രാൻഡ്സും ഓഫേഴ്സ്, ഡിസ്കൗണ്ട്സ് ഇടുന്നുണ്ട്, പക്ഷേ നമ്മളത് അറിയുന്നില്ല, നമ്മളിലേക്ക് അത് എത്തത്തില്ല. കാരണം അത് അവരുടെ വെബ്സൈറ്റിൽ തന്നെ നിൽക്കും, നമ്മൾ വെബ്സൈറ്റിൽ കയറി നോക്കണം. എങ്കിൽ ഞാനതൊരു വീഡിയോ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ വൈറലാവും. ഈ പറഞ്ഞതിനോട്ട് അവർക്ക് ബ്രാൻഡിനും ഗുണമാണ്, ഓഡിയൻസിനും ഗുണമാണ്. നെക്സ്റ്റ് ചോദിക്കാൻ വന്നത് തന്നെ, ഇപ്പോൾ ഈ ബ്രാൻഡ്സ് അല്ലെങ്കിൽ കൊളാബ്സ് എന്ന് പറയുന്നില്ല, പ്രൊമോഷൻസ് എന്നുള്ള രീതിയിൽ ചെയ്യുമ്പോൾ ഈ കമ്പനീസിന്റെ ഭാഗത്തു നിന്നുള്ള
സപ്പോർട്ട് എങ്ങനെയാണ്? നല്ല സപ്പോർട്ടാണ്. കാരണം എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഈ പറയുന്ന ഫൈനാൻസ് റിലേറ്റഡ് കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാർ കുറവായതുകൊണ്ട് തന്നെ പല ബ്രാൻഡുകൾക്കും ഇവിടെ അങ്ങനെ ഇല്ല. ഇവിടെ കേരളത്തിൽ അങ്ങനെ കണ്ടന്റ് ഇപ്പം ബാങ്ക് റിലേറ്റഡ് അവരുടെ എന്തെങ്കിലുമൊക്കെ ഓഫേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ, അല്ലെങ്കിൽ അതൊന്നും മലയാളത്തിൽ അങ്ങനെ വീഡിയോസ് ഇല്ല. കാരണം ഇല്ല, ചെയ്യാൻ ആരും ഇല്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബ്രോക്കറേജിൻ്റെ അങ്ങനെയൊന്നും ചെയ്യാൻ മിനിമൈസ്ഡ് ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് എന്ന് അറിഞ്ഞു വന്നിട്ട് പല ബ്രാൻഡുകളും അതുപോലെ തന്നെ ഏജൻസീസ് സമീപിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ കുറേ കൊളാബറേഷൻസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്ന കൊളാബറേഷൻസ് ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ടാവണം. പിന്നെ നല്ലൊരു പ്രൊഡക്റ്റ് ഓർ സർവീസസ്, നമ്മുടെ ഓഡിയൻസിന് കൊടുക്കുന്ന പ്രൊഡക്റ്റ് ഓർ സർവീസസ് അടിപൊളിയാണെങ്കിൽ മാത്രമേ അതിനെ ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷമേ ഞാൻ അത് പ്രൊസീഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ ട്രസ്റ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതായത് ബ്രോയുടെ അടുത്ത് അഭിപ്രായം ചോദിച്ച് ആളുകൾ വരുന്നു, അവരെ എത്ര വരെ ലൈക്ക് ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസർ എന്ന നിലയ്ക്ക് എത്ര വരെ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പറ്റും നമുക്ക്? ആക്ച്വലി ഇപ്പം കൊളാബറേഷൻ്റെ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ഇപ്പോൾ പല ബ്രാൻഡുകൾ എന്നെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന ഗ്യാംബ്ലിംഗ് അടക്കമുണ്ട്. ഓക്കെ, ഗ്യാംബ്ലിംഗ് ഒക്കെ നമുക്ക് ഓഫർ ചെയ്യുന്ന ഞാൻ മാത്രമല്ല, എല്ലാം ഇപ്പോൾ പല ഇൻഫ്ലുവൻസേഴ്സും ചെയ്യുന്നുണ്ട്. അതൊക്കെ എനിക്ക് വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. കാരണം ആക്ച്വലി നമ്മുടെ ഓഡിയൻസിനെ അത് ഇത് ചെയ്യാണ്, അവർ പോലും അറിയാതെ അവരെ ചീറ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. യെസ്. അപ്പം അതൊക്കെ കുറച്ച് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക. ഒരു ബ്രാൻഡ് വാല്യൂ ഉള്ള സാധനങ്ങളെ മാത്രം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ ഞാൻ ആക്ച്വലി അങ്ങനെ ചെയ്യാറുള്ളൂ. ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ്, യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ഇപ്പോൾ റെയ്ഡൊക്കെ വരുന്നുണ്ട്, എല്ലാവരും അണ്ടർ സ്ക്രൂട്ടിനിലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അതിനെക്കുറിച്ച് പറയാനുള്ളത്, ഒരു തെറ്റിദ്ധാരണ ഫസ്റ്റ് ഓഫ് ഓൾ ആൾക്കാർ മാറ്റണം. എല്ലാ ഇൻഫ്ലുവൻസേഴ്സിൻ്റെയും കയ്യിൽ അങ്ങനെ ഒരുപാട് പൈസ ഇല്ല ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പം എല്ലാവരുടെയും കയ്യിൽ അങ്ങനെ ഇപ്പം ആ ഒരു ലിസ്റ്റിൽപ്പെട്ട ഒരു കാറ്റഗറി ആൾക്കാരുണ്ട്, ഒരു 10%. അവരുടെ കയ്യിൽ മേ ബി കാണാം. കാരണം അവർ ഇത്രയും നാൾ വർക്ക് ചെയ്താണ്, അവരും കഷ്ടപ്പെട്ട് തന്നെയാണ് ഏൺ ചെയ്തത്. ഓക്കെ, അപ്പോൾ പക്ഷേ എല്ലാവരും അങ്ങനെയല്ല. ഇപ്പോൾ ഒരു തെറ്റിദ്ധാരണ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്നുണ്ട്. ഇൻഫ്ലുവൻസേഴ്സ് അല്ല, യൂട്യൂബേഴ്സ് എന്ന് പറയുന്നത് ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കുന്നവരാണ്, എല്ലാവർക്കും പൈസ എടുത്തു കൊടുക്കണം. ഈ ഇടയ്ക്ക് തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് സുഹൃത്ത് കാർത്തിക് ഒരു ഇഷ്യൂ നടന്നു. പൈസ ചോദിച്ചിട്ട് ആൽക്കഹോൾ അടിക്കാൻ വേണ്ടിയിട്ട് പൈസ ചോദിച്ച് കൊടുത്തില്ല, പുള്ളിയുടെ കാറ് അടിച്ചു തീർത്തു, അതുപോലെ തന്നെ ക്യാമറ എടുത്തിട്ട് പോയി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആറ്റിറ്റ്യൂഡ് ഭയങ്കര പ്രശ്നമാണ് സൊസൈറ്റിയിൽ. അതിപ്പോൾ ഇൻകം ടാക്സ് റെയ്ഡിലൊക്കെ ഭയങ്കര ഇതുണ്ട്. കാരണം ആൾക്കാർ അപ്പോഴാണ് അറിഞ്ഞു തുടങ്ങിയത് ഇത്രയും ഇൻകം വാങ്ങിക്കുന്നവരാണ് യൂട്യൂബേഴ്സ് അല്ല ഇൻസ്റ്റഗ്രാമേഴ്സ് എന്നൊക്കെ അറിഞ്ഞു തുടങ്ങി. അപ്പം എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. എല്ലാവരും അങ്ങനെയല്ല, കുറച്ച് പേരുണ്ട്. എന്നാൽ എല്ലാ ആൾക്കാരും അങ്ങനെ വലിയ ഹൈ ഇൻകം വാങ്ങിക്കുന്നതല്ല. നമ്മളെപ്പോലൊക്കെ ജോലി ചെയ്യുന്നു, ജീവിക്കുന്നു. അതുപോലുള്ളൊരു സാലറി, ഇപ്പോൾ ഒരു സാലറി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന സാലറി പോലൊരു എമൗണ്ട് നമുക്ക് ഇവിടെ കിട്ടുന്നുള്ളൂ, കൊളാബറേഷൻ ആയാലും യൂട്യൂബിംഗ് ആയാലും. അപ്പോൾ ഈ അത് പോപ്പുലാരിറ്റി എന്ന് പറയുന്ന സംഭവമാണോ അതിനെ ലൈക്ക് ഇപ്പോൾ പോലീസൊക്കെ വന്നിട്ട് ഇതിന് കേസ് എടുക്കുന്നു അല്ലെങ്കിൽ ഇനീഷ്യേറ്റീവ് എടുക്കുന്നു പറയുന്ന പോപ്പുലാരിറ്റി അല്ലെങ്കിൽ എല്ലാവർക്കും അറിയുന്ന ആളുകൾ എന്നുള്ള ഇതുകൊണ്ടാണോ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ സ്പ്രെഡ് ചെയ്യാൻ സാധ്യത? എങ്ങനെ ഇപ്പം ഈ പറയുന്ന ലിസ്റ്റിൽപ്പെട്ട ആൾക്കാരെന്ന് പറയുന്നത് അത്യാവശ്യം പോപ്പുലർ ആണ്. അത് മാത്രമല്ല ദേ ഹാവ് ബിഗ് ഇൻകം ഓട്ടോമാറ്റിക്കലി, അതുകൊണ്ടാണല്ലോ ടാക്സിൽ അത് പെട്ടത്. അപ്പം മേ ബി അവിടെ ഒരു തെറ്റിദ്ധാരണ വരുന്നുണ്ട്. ഇപ്പോൾ ഈ ആൾക്കാർക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ ആൾക്കാർക്ക് പൊതുവെയുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ടാക്സ് ഫയലിങ്ങിനെ പറ്റി. ഇൻകം ടാക്സ് ഫയൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെയൊക്കെ വിചാരം, എല്ലാവരുടെയും അല്ല, ചില ആൾക്കാരുടെ വിചാരം നമ്മൾ ഗവൺമെൻറ്റിന് വെറുതെ എന്തോ പൈസ കൊടുക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല. ഇൻകം ടാക്സ് ഫയലിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ വരവ് ചിലവുകളെ കാണിക്കുക എന്നുള്ളതാണ് ഫയലിങ്ങിൻ്റെ അർത്ഥം. ഓക്കെ, അതിനുശേഷമാണ് നമ്മൾ എത്ര അടയ്ക്കണം എന്നുള്ളത് വരുന്നത്. അപ്പം ഇൻകം ടാക്സ് ഫയൽ ചെയ്യുക, എല്ലാവരും ഫയൽ ചെയ്യുക എന്നുള്ളൊരിതാണ്. പിന്നെ നമ്മുടെ ടാക്സ് സ്ലാബ് ഉണ്ട്. ഓക്കെ, നമ്മുടെ ഇൻകം സ്ലാബ് ഉണ്ട്. അതിനനുസരിച്ചായിരിക്കും നമ്മൾ എത്ര ടാക്സ് കൊടുക്കണോ എന്നുള്ളത് അപ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത്. ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കണം, കാരണം നമ്മുടെ എക്കണോമിയുടെ വളർച്ചയാണത്. റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന സംഭവമുണ്ട്. തീർച്ചയായിട്ടും, കാരണം ഇങ്ങനെ ഒരു കണ്ടന്റിന് അത് വേണം. ഇതൊരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ മാത്രമല്ല, നോളജാണ്. ഇപ്പോൾ എൻ്റെ വീഡിയോസ് ഒരിടത്ത് കൊണ്ട് ആൾക്കാർ കാണിച്ചിട്ട് അഭിജിത്ത് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ അഭിജിത്ത് പറയുന്നത് മാത്രം ഞങ്ങൾക്ക് കേട്ടുകൂടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നേരെ വെബ്സൈറ്റിൽ കയറി അല്ലെങ്കിൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അവർക്ക് തന്നെ റിസർച്ച് ചെയ്തിട്ട് അത് ഉറപ്പുവരുത്താം ഞാൻ പറഞ്ഞ കാര്യം ശരിയാണെന്ന്. ട്രേഡ് എന്ന് പറയുന്ന സംഭവം, സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ട്. ട്രേഡിനെ കുറിച്ച് കുറേ പേരിപ്പോൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ, കുറേ സംഭവങ്ങൾ അറിഞ്ഞു വരുന്നുണ്ട്. എന്നാൽ തനിയെ കുറേ പേര് മനസ്സിലാക്കി പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പം അങ്ങനെ തനിയെ പോയി പഠിച്ച് ചെയ്യുന്നതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ നെഗറ്റീവ്സ് എന്തൊക്കെയായിരിക്കും? തനിയെ പോയി പഠിച്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് റിസോഴ്സസ് അവൈലബിൾ ആണ്, പണ്ടത്തെ പോലല്ല. ഇപ്പം നമ്മുടെ ജിയോ സഹായിച്ചത് കൊണ്ട് തന്നെ ഇൻ്റർനെറ്റിൻ്റെ കട ഇപ്പോൾ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് നമുക്ക് ഇന്ത്യയിലാണ് നെറ്റ്വർക്ക് കിട്ടുന്നത്. അത് ഭയങ്കര സഹായം. അപ്പോൾ നമുക്ക് റിസോഴ്സസ് കൂടുതലാണ്. ഇപ്പോൾ പണ്ടത്തെ പോലെ നമുക്ക് ഒരു കോളേജിൽ പോകണ്ട ഒരു ഡിഗ്രി എടുക്കാൻ. ആക്ച്വലി നമുക്ക് യൂട്യൂബിലുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ നമുക്ക് പഠിക്കാൻ പറ്റും.
അല്ലേ? അപ്പോൾ റിസോഴ്സസ് അവൈലബിൾ ആണ്, സ്വയം പഠിക്കാം. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റ് പോലെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ എവിടെയെങ്കിലും പോയി പഠിക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. നമുക്ക് ഒരാൾ പഠിപ്പിച്ച് ഗൈഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് നല്ലതാണ്. ഇപ്പോൾ യൂട്യൂബിൽ തന്നെ പല റിസോഴ്സസും ഉണ്ട്. നമുക്ക് അതെല്ലാം വെച്ചിട്ട് അങ്ങനെ അന്ധമായിട്ട് പോയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് പൈസ കളയുക, അത് മാത്രമല്ല തെറ്റിദ്ധരിപ്പിക്കാൻ തന്നെ ഓൺലൈൻ പല കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇപ്പോൾ തന്നെ ചില പരസ്യങ്ങൾ, ചില കമ്പനികളുടെ എടുത്തു പറയുന്ന കമ്പനി ഏതാണ്, അവരുടെ പരസ്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡിംഗ് ആണ് അവർ വെക്കുന്നത് പരസ്യത്തിന്. എന്നിട്ട് പറയും ബൈ ചെയ്യുക, കൂടുമ്പോൾ ബൈ ചെയ്യുക, കുറയുമ്പോൾ സെല്ല് ചെയ്യുക. ഓക്കെ, എന്താണത്? അത് ആക്ച്വലി അതിനും സ്റ്റോക്ക് മാർക്കറ്റിനും ട്രേഡിങ്ങുമായിട്ട് യാതൊരു ബന്ധമില്ല. അത് ബൈനറി ട്രേഡിംഗ്, അത് വേറെ തന്നെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ ആൾക്കാർ എന്താ വിചാരിക്കുന്നത് അറിയോ, ഇത് സ്റ്റോക്ക് മാർക്കറ്റാണ്, സ്റ്റോക്ക് മാർക്കറ്റ് ഇത്ര സിമ്പിളാണ്, ഈ ആപ്പിൽ കയറിയിട്ട് ഇങ്ങനെ പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്താൽ പൈസ ഉണ്ടാക്കാം. നോ, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അതൊക്കെ എൻ്റെ ഡിഫറെൻ്റ് ആണ്. സ്റ്റോക്ക് മാർക്കറ്റ് വേറെയാണ്. ഇത് സെബിയുടെ റെഗുലേഷനുകളാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ RBI പോലെ ഈ പവറുണ്ട് സെബിക്ക്. അപ്പോൾ പല കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ ആ ഒരു വ്യത്യാസം, ഗ്യാംബ്ലിങ് ഏതാണ്, ഒറിജിനൽ ഏതാണ്, ഫേക്ക് ഏതാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഓൺലൈനിൽ ബുദ്ധിമുട്ടുണ്ട് പല ആൾക്കാർക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പുറത്ത് പോയി പഠിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ അറിയാവുന്ന ആൾക്കാരുടെ അടുത്തുനിന്ന് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറഞ്ഞത്. ഇതിന് ഇതായിട്ടുള്ള സർട്ടിഫൈഡ് കോഴ്സസ് ഒക്കെ കിട്ടുന്നില്ലേ? അപ്പോൾ അത്ര കോഴ്സുകളൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ട് നോളജ് മനസ്സിലാക്കുകയാണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ടോ? ഇപ്പം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന പല ആൾക്കാരും നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. അത്യാവശ്യം ഒരുപാട് അത്യാവശ്യം നല്ല ബ്രാൻഡ് വാല്യൂ ഉള്ള ആൾക്കാർ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് ചെറിയ രീതിയിൽ തന്നെ വളർന്നു വന്ന ടീമുകളുണ്ട്. ഓക്കെ, പക്ഷേ എവിടുന്ന് നമ്മൾ കോഴ്സ് എടുത്താൽ നമ്മൾ തന്നെ റിസർച്ച് ചെയ്യുക. ഇപ്പം നിയമമുണ്ട്, നമ്മൾ സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്യരുത്. ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നവരും ഒന്നും പഠിപ്പിച്ചു കൊടുക്കും, പക്ഷേ എങ്ങനെ ചെയ്യണം, എങ്ങനെ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യണം എന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. ബാക്കിയെല്ലാം നമ്മുടെ കയ്യിലാണ്. ഇപ്പോൾ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻവെസ്റ്റിംഗ് ഉണ്ട്, ട്രേഡിംഗ് ഉണ്ട്. ഒരു ഫുൾ ടൈം ട്രേഡറായിട്ട് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ് ചെയ്യാം, പല ഇക്വിറ്റി ട്രേഡ് ചെയ്യാം, പല ട്രേഡിംഗ് ഓപ്ഷൻസ് ഉണ്ട്. അതെല്ലാം നമ്മളൊരു പാർട്ട് ടൈം ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡ്സ് ഉണ്ട്, നമുക്ക് വാങ്ങിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ വിൽക്കാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പല രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രേഡ്സ് ചെയ്യാം. അതൊക്കെ ഡിപ്പെൻഡ് ഓൺ ദ പേഴ്സൺ. നമ്മുടെ സമയം, നമ്മുടെ നോളജ്, നമ്മൾ എത്ര സമയം അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു, അതൊക്കെയാണ്. അപ്പോൾ അതൊരു ഇൻകം, വേറെ ഏതെങ്കിലും ഒരു എംപ്ലോയി ആയിട്ട് വേറൊരു എംപ്ലോയറായിട്ട് വർക്ക് ചെയ്യുക, അപ്പോൾ അയാൾക്ക് ഫുൾ ടൈം ആയിട്ട് ട്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ ഒരു ഇൻകം ഉണ്ട്. അപ്പോൾ അയാളെ സംബന്ധിച്ച് ഇൻവെസ്റ്റ്മെന്റിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇൻവെസ്റ്റ്മെന്റിലേക്ക് വരുമ്പോൾ ഈ പേഷ്യൻസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. ഇപ്പോൾ കുറേ പേര് നമ്മുടെ നാട്ടിൽ പൈസ എങ്ങനെയെങ്കിലും ഇപ്പോൾ ബ്രോയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ടാവും, എൻ്റെ കയ്യിൽ കുറച്ച് എങ്ങനെ ഇരട്ടിപ്പിക്കാൻ പറ്റും. അതെ, പൈസ വന്ന് ചോദിക്കുന്നത് മാത്രമല്ല, എൻ്റെ കയ്യിൽ ഇത്ര പൈസ ഉണ്ട്, അപ്പോൾ എനിക്ക് പെട്ടെന്ന് കുറച്ച് റിട്ടേൺസ് വേണം, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ എങ്ങനെയാണ് ഇതാണെന്നുള്ള പറഞ്ഞ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഈ പൈസ ഇരട്ടിപ്പിക്കൽ പരിപാടി അത് തന്നെ, അവിടെ തന്നെ ഒരു സ്കാം ഉണ്ട്. ഓക്കെ, അതാണ് ഈ നമ്മുടെ ഇന്റർനെറ്റിനകത്തുള്ള ഒരു പ്രശ്നമാണ്. ആൾക്കാർ തെറ്റിദ്ധരിപ്പിച്ചോട് ഇരട്ടിപ്പിച്ച് തരാം. അങ്ങനെ നമുക്ക് പൈസ സ്റ്റോക്ക് മാർക്കറ്റ് അല്ല, ക്രിപ്റ്റോ മാർക്കറ്റല്ല, ഇപ്പോൾ ഏതായാലും റിസ്ക് ഉണ്ട്. പറ്റത്തില്ല എന്ന് ഞാൻ പറയത്തില്ല, പറ്റും. ഈ പറഞ്ഞിട്ട് 100%, 200% ഒക്കെ റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്, ചരിത്രമുണ്ട്, സ്റ്റോക്കുകളുണ്ട്. നമ്മൾ അങ്ങനെ ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാർ വരെ ഉണ്ട്. പക്ഷെ അതൊരു 1% ആണ്. ആ 1%ൽ എത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോരം ബുദ്ധിമുട്ടാണെന്ന് അറിയാം. ഓക്കെ, ഇപ്പോൾ സെറോദയുടെ ഓണർ തന്നെ അനൗൺസ് ചെയ്തൊരു കാര്യമാണ്, 99% ആൾക്കാരും ഈ പറഞ്ഞിട്ട് ട്രേഡിങ്ങിൽ മണി ലൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ്, ആ ഒരു 1% ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ കണ്ടിട്ട് നമ്മൾ എടുത്തു ചാടി അങ്ങനെ പഠിക്കുക. ഏത് കാര്യമായാലും ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആണെങ്കിലും ട്രേഡിംഗ് ആയാലും നമ്മൾ പഠിച്ചിട്ട് അതിലേക്ക് ഇറങ്ങി ചെയ്യുക. ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് വന്നു. ഇപ്പോൾ ഡിജിറ്റൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ AI വന്നിട്ടുണ്ട്. അപ്പോൾ AI വരവിനെ കുറിച്ച് ഈ ഫീൽഡിൽ എന്താണ് പറയാനുള്ളത്? AI ആക്ച്വലി നല്ലതാണ്, പക്ഷേ അതിനൊരു മോശം ഭാവമുണ്ട്. ഇപ്പോൾ ഏതൊരു കാര്യത്തിനും നല്ലതും ഉണ്ട്, മോശമുണ്ട്. ഇപ്പോൾ ഒരുപാട് സ്കാംസ് ഈ AI വഴി നടക്കുന്നുണ്ട്, നമ്മൾ പോലും അറിയുന്നില്ല. ഓരോ ദിവസം പുതിയ സ്കാമുകൾ ഉണ്ടാവുന്നത്. കാരണം സ്കാം ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായി. AI ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് സ്കാം ചെയ്യുക. ഇപ്പം തന്നെ ആ ഒരു സ്കാം ഉണ്ട്, നമ്മുടെ ഫ്രണ്ട് ആയിരിക്കും ആക്ച്വലി, നമ്മുടെ കോൺടാക്റ്റിലുള്ള. കഴിഞ്ഞ ദിവസം കോഴിക്കോടാണ്. യെസ്, വിളിച്ചിട്ട് വീഡിയോ കോൾ ചെയ്തിട്ട്, എടാ ഞാൻ ഇങ്ങനെയാണ്, ഹോസ്പിറ്റലിലാണ്, എനിക്ക് ഇത്ര രൂപ വേണം. അപ്പോൾ ഫേസ് കാണുന്ന അവൻ്റെയാണ്. ഓക്കെ, കട്ട് ചെയ്യും. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫ്രണ്ടാണല്ലോ വിളിച്ചത്, ഫണ്ട് കൊടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നോ റെസ്പോൺസ്. അപ്പം അതൊരു സ്കാമറാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് ആ സ്കാം ചെയ്തേക്കുന്നത്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു പ്രശ്നമാണ്, നമുക്ക് ട്രാക്ക് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കടന്നുവരവുകൊണ്ട് പല മേഖലകളിലും പല വ്യത്യാസങ്ങളും വന്നിട്ടുണ്ട്. നമ്മുടെ ജോലി കുറച്ച് സിമ്പിളായി. ഓക്കെ, നമ്മുടെ ഈ പറഞ്ഞിട്ട് പൊട്ടൻഷ്യൽ കൂടി. അതുപോലെ തന്നെ ഇപ്പോൾ ട്രേഡിംഗ് റിലേറ്റഡ് കാര്യങ്ങളാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മുന്നോട്ട് ഇനി കൂടുതൽ മാറ്റങ്ങൾ വരും. നമ്മുടെ ഓഡിയൻസ് എന്ന് പറയുന്ന യൂത്താണ്. ഇൻസ്റ്റാഗ്രാം ആൻഡ് യൂട്യൂബ് ഷോർട്സിലാണ് കൂടുതൽ ആൾക്കാർ കാണുന്നത്. പക്ഷേ ഈ ടെക്നോളജി അല്ലെങ്കിൽ ഇത്തരം സ്കാം എന്ന് പറയുന്നില്ല, പക്ഷേ ഇത്തരം ലൂപ്പ് ഹോൾസിലൂടെ എക്സ്പ്ലോയിറ്റ് ആവാൻ സാധ്യത ഉണ്ടാകുന്നത് പ്രായമായ കുറച്ചുകൂടെ എൽഡർ ആയിട്ടുള്ള ആളുകളാണ്. അവർക്ക് ടെക്നോളജിയെ പറ്റി അവെയർ അല്ലാത്തതുകൊണ്ട്.
അപ്പോൾ അത്തരം ഒരു ഓഡിയൻസിലേക്ക് കൂടെ റീച്ച് ഔട്ട് ചെയ്യാനുള്ള ശ്രമം നടത്താറുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പം എൻ്റെ കണ്ടന്റ് ഞാൻ മാക്സിമം അങ്ങനെ തന്നെ ചെയ്യാറുള്ളത്. എല്ലാ ഓഡിയൻസ് കാറ്റഗറീസും ഉണ്ട്. ഇപ്പം അത്യാവശ്യം ചെറിയ പിള്ളേർ തൊട്ടാണെങ്കിൽ പോലും അത്യാവശ്യം നമുക്ക് യൂത്തും ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് മൂത്ത ആൾക്കാരുണ്ട്. ഇപ്പോൾ ഫേസ്ബുക്കിൽ നിന്ന് കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യങ്ങിനേക്കാളും കൂടുതൽ കാണുന്നത് കുറച്ചുകൂടെ 40-50+. അതെ, ആ ഒരു കാറ്റഗറിയാണ്. നമുക്കത് അനലറ്റിക്സിൽ കാണാൻ പറ്റും. അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. നമുക്ക് എല്ലാ ഓഡിയൻസും നമ്മുടെ വീഡിയോസ് ഏറ്റെടുത്ത് കാണുന്നു. അവരുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ഒരു വീഡിയോ കൊണ്ട് ഒരു ഉപകാരം, ഒരു ചെറിയ ഒരു 10 രൂപയുടെ ആണെങ്കിൽ പോലും ഒരു ഉപകാരം, ഒരു ലാഭം ഉണ്ടാവുന്നെങ്കിൽ അത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഈ മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് എന്ന് പറയുന്ന സിനിമ വന്നിട്ടുണ്ടായിരുന്നല്ലോ, കണ്ടിട്ടുണ്ടായിരുന്നു? അപ്പൊ ആ സിനിമയൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മളെ ലൂപ്പ് ഹോൾസ് വഴിയാണ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതുകൊണ്ട് വെട്ടിപ്പും തട്ടിപ്പുകളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പല ബ്രാൻഡുകളായാലും ഇപ്പോൾ ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങൾ തന്നെ പല സ്കീമുകൾ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അവർ കൊണ്ടുവരും, സ്കീമുകൾ കൊണ്ടുവരും. നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പല സ്കീമുകളും കൊണ്ടുവരും. നമ്മളത് അറിയുന്നില്ല. അതാണ് പ്രശ്നം. അത് അറിയിക്കാനുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ഇത്. കാരണം ഞാൻ തന്നെ ഒരു കാര്യം റിസർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടും. കാരണം ഇത് എവിടെയൊക്കെ പോയി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എടുക്കുക എന്നുള്ളത് ഭയങ്കര ഒരു ടാസ്ക്കാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാറാനുണ്ട്. ഇനി ഇൻഫോർമേഷൻസ്, ഇപ്പം ഒരു കാര്യം, ഒരു സ്കീം കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ സ്കീമിനെ ജനങ്ങളിലേക്ക് എത്തിക്കുക. അതിപ്പം ബ്രാൻഡുകളാണെങ്കിൽ പോലും ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്ന ബ്രാൻഡുകളുണ്ട്, അല്ലാത്ത ബ്രാൻഡുകളുണ്ട്. അവർ ചെയ്യും, പല ഓഫേഴ്സും കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ കണ്ടന്റ് ആക്ച്വലി. അപ്പോൾ ഞാൻ അതെടുക്കും, അത് വീഡിയോ ആക്കും, അവർക്ക് അത് സിംപ്ലിഫൈ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഞാൻ മുകുന്ദൻ ഉണ്ണിയെ കുറിച്ച് ചോദിക്കുകയാണ്, ആ സിനിമയിൽ ഇൻഷുറൻസിനെ കുറിച്ചുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള എങ്ങനെയാണ് ആ ലൂപ്പ് ഹോൾസ് അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് ആൾക്കാരുടെ ഇടയിൽ എത്തിക്കാനായിട്ട് സിനിമ പോലെ ഒരു പോപ്പുലർ മീഡിയം ഉണ്ട്. എന്നാലും എല്ലാവരുടെയും ഇപ്പോൾ ഡെയിലി ബ്രോയുടെ കോണ്ടന്റ് സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് ഇതിനെപ്പറ്റി അറിയുന്നുണ്ടാവില്ല. അപ്പോൾ സിനിമ അല്ലാതെ ഇത്തരം കോണ്ടന്റ്സ് വരുമ്പോഴത്തേക്കും നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ക്ലാരിറ്റിയോടെ പറയണം തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരുപാട് മാറാനുണ്ട്. കാരണം നമ്മുടെ എന്തൊക്കെയോ പണ്ട് സെറ്റ് ചെയ്ത് വെച്ച കുറച്ച് സിലബസുകളാണ് ഇന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ച് ഈ കുട്ടികൾക്കാണ് ടീച്ചേഴ്സിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നത്. കാരണം ടീച്ചേഴ്സ് ഫോളോ ചെയ്യുന്നത് ആ പഴയ സിലബസാണ്. ആ സിലബസ് മാറിയിട്ട് ഈ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ കൂടെ ഇൻ്റർനെറ്റ് റിസർച്ച് ചെയ്തിട്ട് അവർക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം. പക്ഷേ അവരാരും അത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാറില്ല. ബിക്കോസ് ടീച്ചർ പറയുന്നത് ഇങ്ങനെ ശ്രദ്ധിച്ച് കേട്ടിരിക്കണം. നമ്മുടെ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ്. ഈ സിസ്റ്റത്തിൽ ഇപ്പം ഹൗ ടു മേക്ക് മണി, അല്ലെങ്കിൽ ഹൗ ടു മാനേജ് മണി, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സാധ്യതകൾ, ഓക്കെ, ഇതൊന്നും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. അവർ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പണിയെടുക്കാം, എങ്ങനെ ഒരു എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യാം. ഞാനൊരു BBA സ്റ്റുഡൻ്റാണ്. എന്നെ പഠിപ്പിച്ചതും ഓൺട്രപ്രണർഷിപ്പ് സബ്ജക്റ്റുകൾ പലതുണ്ടെങ്കിലും ഒബ്വിയസ്ലി ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, എങ്ങനെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാം, ഒരു എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യാം എന്നുള്ളതാണ് സിലബസിൻ്റെ മെയിൻ ഇത്. അതല്ല, നമുക്ക് ഇപ്പം ഇവിടെ ഓൺട്രപ്രണേഴ്സ് വേണം, നമ്മുടെ ഇന്ത്യയിൽ വേണം, കേരളത്തിൽ വേണം, ബിസിനസ്സുകൾ വേണം, സംരംഭങ്ങൾ തുടങ്ങണം. നമുക്ക് ഇവിടുന്ന് ഇൻകം വരണം. നമ്മുടെ അങ്ങോട്ട് പോവല്ല പൈസ, പുറത്തോട്ട് പോവല്ല ചെയ്യേണ്ടത്, ഇങ്ങോട്ട് വരണം. നമുക്ക് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കിട്ടണം. എന്നാലേ നമ്മുടെ ഇന്ത്യൻ എക്കണോമി വളരണമെങ്കിൽ ഇതൊക്കെ വേണം, ഓൺട്രപ്രണേഴ്സ് വേണം. യെസ്. അപ്പോൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വലിയൊരു പോരായ്മ, വലിയൊരു ചേഞ്ച് തന്നെ വരാനുണ്ട്. കാരണം എഡ്യൂക്കേഷൻ സിസ്റ്റം മാറണം. കാരണം ഓരോ ആൾക്കാർക്കും മണിയെപ്പറ്റി, എങ്ങനെ പൈസ ഉണ്ടാക്കണം, ഇപ്പോൾ ജോലി കിട്ടുക, പഠിക്കുക, ജോലി കിട്ടുക, അപ്പോൾ പൈസ ഉണ്ടാക്കാം. ആ കിട്ടുന്ന പൈസ എങ്ങനെ മാനേജ് ചെയ്യണം എന്നും കൂടി പഠിപ്പിക്കണം. അത് ഒരു കോഴ്സിലും ഇല്ല. ഈ പറയുന്ന BBAയിൽ ഞാൻ പഠിച്ചിട്ടില്ല. ഇനി ഏതെങ്കിലും കോഴ്സിലുണ്ടോ എന്ന് എൻ്റെ അറിവിലില്ല. അങ്ങനെ ഒരു സാധനമില്ല. അപ്പോൾ അതൊക്കെ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പോൾ ഇൻഷുറൻസ് തെറ്റിദ്ധാരണയാണ് ആൾക്കാരുടെ. ഇൻഷുറൻസ് തട്ടിപ്പാണ്, ഇൻഷുറൻസിൽ നമ്മൾ പൈസ കൊടുക്കുന്നത് വെറുതെയാണ്. നോ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസ് ആണ്. ബിക്കോസ് ഒരാൾ ജീവിതകാലം മുഴുവൻ ഏൺ ചെയ്യുന്ന ഹാർഡ് ഏൺഡ് മണി, ഓക്കെ, എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുന്നു, അറിയാതെ പറ്റിപ്പോകുന്നതാണ്, ഓക്കെ, അപ്പോൾ അത്രയും നാൾ കഷ്ടപ്പെട്ട പൈസ ഒരുമിച്ച് കൊടുക്കുകയാണ്. അപ്പം അവിടെ ആ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അയാൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ ഒരു ഇൻഷുറൻസ് ഉണ്ടെങ്കിലോ അങ്ങനെ വരില്ല. ആ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തുകൊണ്ട് നമുക്ക് ആ പൈസയെ സേവ് ചെയ്യാം. ഒരു പ്രീമിയം നമുക്ക് ഇയർലി അടച്ചുകൊണ്ട് പല ഇൻഷുറൻസുകളുണ്ട്. ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, ടേം ഇൻഷുറൻസ് ഉണ്ട്, പല ഇൻഷുറൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ വണ്ടിക്ക്, വെഹിക്കിൾസിന് ഇൻഷുറൻസ് എടുക്കുന്നുണ്ട് ബിക്കോസ് ഓഫ് നമ്മുടെ MVD സ്ട്രിക്റ്റ് ആണ്. അതുകൊണ്ട് അതുപോലെ നമ്മുടെ ഹെൽത്തിന് നമ്മൾ ഇൻഷുറൻസ് എടുക്കണം. ആക്സിഡൻ്റൽ ഇൻഷുറൻസ് ഉണ്ട്. അതുപോലെ ടേം ഇൻഷുറൻസ്, നമുക്ക് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിക്ക്, ഓക്കെ, അങ്ങനെ പല രീതിയിലുള്ള ഇൻഷുറൻസ് ഉണ്ട്. അതിനകത്ത് നല്ലത് ബെറ്റർ നമ്മൾ തന്നെ റിസർച്ച് ചെയ്യുക, നോക്കുക, കമ്പനിയുടെ ആ ഒരു ഇത് നോക്കുക, വാലിഡേറ്റ് ചെയ്യുക, ശേഷം നമ്മളൊരു ഇൻഷുറൻസ് എടുക്കുക. ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇൻഷുറൻസ് തന്നെയാണ്. മണി മാനേജ്മെന്റിനെ കുറിച്ച് സംസാരിക്കേണ്ടത്. അപ്പം മണി മാനേജ്മെന്റ് വരുമ്പോഴത്തേക്കും കൊമേഴ്സ് ആണ് ഫീൽഡ്, ഫൈനാൻസ് ആണ് ഫീൽഡ്. പക്ഷേ എല്ലാ ആൾക്കാരുടെയും ലൈഫിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് മണി മാനേജ്മെന്റ്. പക്ഷെ പഠിത്തത്തിലേക്ക് വരുമ്പോൾ കൊമേഴ്സ് എന്നുള്ളൊരു ഫീൽഡിൽ ലിമിറ്റഡ് ആയി പോകണം, അതിൻ്റെ നോളജ് പറയുന്നത്. അപ്പം എല്ലാവരുടെയും
പഠിക്കുന്ന ഫീൽഡിൽ മണി മാനേജ്മെന്റിനെ കുറിച്ച് പഠിപ്പിക്കണ്ടേ? തീർച്ചയായിട്ടും നമ്മൾ ഏത് സബ്ജക്റ്റ് പഠിച്ചാലും അതിനകത്ത് മണി മാനേജ്മെന്റിനെ പറ്റി പഠിപ്പിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ആ ഒരു കോഴ്സ് അവിടെ ഇൻക്ലൂഡ് ചെയ്യണം. ഹൗ ടു ഹാൻഡിൽ മണി, അല്ലെങ്കിൽ ഹൗ ടു നമ്മുടെ പേഴ്സണൽ ഫൈനാൻസ് എങ്കിലും എങ്ങനെ മാനേജ് ചെയ്യാമെന്നെങ്കിലും അതിൽ പഠിപ്പിക്കണം. എങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ എക്കണോമിക്ക് തന്നെ വലിയൊരു വ്യത്യാസം ഉണ്ടാക്കും സിലബസിൽ ഇങ്ങനെ ഒരു കാര്യം കൊണ്ടുവരികയാണെങ്കിൽ. ഒരു കൂട്ടം ആളുകളെ ബ്രോ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങി എന്ന് മനസ്സിലായി, റിയലൈസ് ചെയ്ത കുറച്ച് മൊമെന്റ്സ് ഉണ്ടാവുമല്ലോ, അത് എപ്പോഴൊക്കെയാണ് ഒന്ന് ഷെയർ ചെയ്യാം? നമ്മളെ ഫോളോ ചെയ്യുന്നു. ഇപ്പം ചില ബ്രാൻഡുകൾ ഇങ്ങോട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു. ഇപ്പോൾ പെട്രോൾ പമ്പിൻ്റെ ഞാൻ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെട്രോൾ പമ്പിലെ ഓണേഴ്സ് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. നല്ല അഭിപ്രായം പറഞ്ഞവരുണ്ട്, മോശമായിട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. നിനക്ക് എങ്ങനെ അറിയാം അതങ്ങനെയാണെന്ന്? ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പമ്പിനെ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, നടക്കാനുള്ള സാധ്യതയാണ് പറഞ്ഞത്. എന്നാൽ ചില പമ്പുകാർ അഭിജിത്ത് പറഞ്ഞത് കറക്റ്റാണ്, വളരെ ഉപകാരമാണ്. കാരണം അവർ കറക്റ്റായിട്ട് അത് പരിപാടി ചെയ്യുന്നതാണ്. അവരുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ജെനുവിനായിട്ട് നോക്കി നിയമം അനുസരിച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ പറഞ്ഞ് അപ്രിഷ്യേറ്റ് ചെയ്തു. കാരണം ബാക്കിയുള്ള പമ്പ് സ്കാം ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ കേരളത്തിൽ അങ്ങനെ അധികമില്ല. കേരളത്തിൻ്റെ പുറത്തോട്ടുണ്ട്, ഞാൻ അനുഭവിച്ചിട്ടുമുണ്ട് അങ്ങനത്തെ സ്കാമുകൾ. അപ്പം അതൊക്കെയാണ് നമുക്ക് ചെറിയ ചെറിയ ഇപ്പം നല്ല കാര്യങ്ങൾ നമുക്ക് സപ്പോർട്ടീവായിട്ട് നമുക്ക് കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ്. ഇപ്പം അല്ലാതെ പറഞ്ഞാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല, നമ്മൾ വീഡിയോസ് ചെയ്യുക തന്നെ ചെയ്യും. നമ്മുടെ ഷോയുടെ പേര് എന്ന് പറയുന്നത് യെസ് ഐ ക്യാൻ ഇൻഫ്ലുവൻസ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഇൻഫ്ലുവൻസറിനോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അക്കോർഡിംഗ് ടു അഭിജിത്ത് ട്രേഡ് ട്രാവലർ, വാട്ട് ഇസ് എൻ ഇൻഫ്ലുവൻസർ? ഒരു ഇൻഫ്ലുവൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഔട്ട്പുട്ടിന് ഒരു വാല്യൂ ഉണ്ടായിരിക്കണം. നമ്മൾ എന്ത് ഔട്ട്പുട്ട് കൊടുത്താലും അത് ജനങ്ങൾക്ക്, അല്ലെ നമ്മളെ കാണുന്ന നമ്മളെ വളർത്തുന്ന ഓഡിയൻസിന് ഉപകാരപ്രദമായിരിക്കണം. അവർക്ക് മോശമായിട്ട് വരുന്ന ഒരു ഔട്ട്പുട്ടുകൾ കൊടുക്കാതിരിക്കുക. ഓക്കെ, അത് പ്രത്യേകിച്ച് കൊളാബറേഷനിലേക്ക് വരുമ്പോൾ, കൊളാബറേഷൻ ചെയ്യുമ്പോൾ ബ്രാൻഡുകളെ ശ്രദ്ധിക്കുക. പല സ്കാമിങ് ബ്രാൻഡ്സും ഉണ്ട്. അത് ഈ പറയുന്ന ചില ഇൻഫ്ലുവൻസർക്ക് അറിയുക പോലും ചെയ്യില്ല അവർ സ്കാമുകളാണ് ചെയ്യുന്നത്. സോ അതിനെയൊക്കെ ശ്രദ്ധിക്കുക, നല്ല നല്ല ഔട്ട്പുട്ടുകൾ കൊടുക്കുക. കാരണം നമ്മളെ ഇൻഫ്ലുവൻസർ ആക്കിയത് അവരാണ്, നമ്മളെ വീഡിയോ കാണുന്ന ഓഡിയൻസ് ആണ് നമ്മളെ അങ്ങനെ ആക്കിയത്. സോ അവരുമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാകുക, അവർക്ക് വേണ്ട ഏറ്റവും നല്ല മികച്ച ഔട്ട്പുട്ട് വാല്യൂ ഡെലിവറി ചെയ്ത് തന്നെ കൊടുക്കുക. അതാണ് ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോൾ. അതിന് രണ്ട് തരം ഇതുണ്ടല്ലോ, അതായത് ലൈക്സ് ആൻഡ് ഫോളോവേഴ്സ് അങ്ങനെ കൂടി പോകുന്ന ഒരു ഇതുണ്ട്, കോണ്ടന്റ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഏതാണ് കൂടുതൽ ലാസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഏതാണ്? ബിക്കോസ് ഫോളോവേഴ്സ് വരുന്നതും നല്ലൊരു റവന്യൂ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. റവന്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഫീൽഡിലേക്ക് വരുന്നത് ഇപ്പോൾ വാല്യൂ ആഡ് ചെയ്യാൻ മാത്രമായിരിക്കത്തില്ല. ഞാൻ ആൾസോ അങ്ങനെ ആയിരിക്കത്തില്ല വരുന്നത്. നമുക്ക് അതിനകത്തൊന്നും ഇൻകം വേണം. കാരണം നമുക്കും ജീവിക്കണം, നമുക്ക് അതിനകത്തൊന്നും ഇൻകം വേണം. ഒബ്വിയസ്ലി ഇപ്പം ലൈക്സിനും ഈ പറയുന്ന വ്യൂസിനും മാത്രം കണ്ടന്റ് ചെയ്യുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഡിപ്പെൻസ്, അത് അവരുടെ ഇതായിരിക്കും, അവരുടെ രീതി അതായിരിക്കാം, ഓഡിയൻസിന് അത് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് നമ്മളെ മലയാളികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എൻ്റർടൈൻമെൻറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. കാരണം ഇപ്പം എൻ്റെ വീഡിയോസിന് ഒരു അത്യാവശ്യം വ്യൂസ് ഉണ്ട്. പക്ഷേ വിഷമകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വാല്യൂസ് ആഡ് ചെയ്യുന്ന ഒരുപാട് ചാനലുകളുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് ഫൈനാൻസ് റിലേറ്റഡ് മാത്രമല്ല, ഫുഡിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന ഫുഡ് വ്ളോഗുകളല്ല ഈ പറയുന്ന. ഞാനിപ്പോൾ ഈ ഇടയ്ക്ക് ഒരു വീഡിയോസ് കണ്ട്, റാൻഡംലി ഞാൻ കണ്ടതാണ്. ഫുഡിനകത്തെ മായങ്ങളെ പറ്റി പറയുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റർ വീഡിയോസ് ചെയ്യും. പക്ഷേ പുള്ളിക്ക് വ്യൂസ് കുറവാണ്. പക്ഷേ പുള്ളി പറയുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. നമ്മൾ ഇത്രയും നാൾ കഴിച്ച ആഹാരങ്ങൾ, റെപ്യൂട്ടഡ് ബ്രാൻഡ്സ് അതിനകത്ത് ചേർക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഇന്ത്യക്ക് പുറത്തോട്ട് അവർ സെല്ല് ചെയ്യുന്നതിനകത്ത് ഈ പറയുന്ന ഉൽപ്പന്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ പുള്ളിയുടെ വീഡിയോസിൽ നിന്നാണ് എനിക്കത് മനസ്സിലായത്. അതുപോലെ വാല്യൂസ് ആഡ് ചെയ്തുകൊണ്ട് വീഡിയോസ് ചെയ്യുന്ന പല കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഇന്നിവിടെ കേരളത്തിലുണ്ട്. നമുക്ക് അഭിമാനിക്കാം, അങ്ങനെ ആൾക്കാരുണ്ട്. അപ്പം അവർക്കും കൂടി ഒരു സപ്പോർട്ട് കൊടുക്കുക, അവരെയും കൂടി മുകളിലോട്ട് വളർത്തുക. കാരണം അവർ നിങ്ങൾക്ക് വാല്യൂ ഡെലിവറി ചെയ്യും. ഇപ്പം ഞാൻ എൻ്റെ വീഡിയോസ് കാണുന്നവരോട് ഞാൻ പറയുന്നത്, നിങ്ങളൊരു റീലിലേക്ക് നമ്മൾ കയറുന്നു. ഇപ്പോൾ ഈ റീലി ഷോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൈക്കോളജിയുമായിട്ട് ഭയങ്കര കണക്ഷൻ ഉണ്ട്. കാരണം നമ്മളൊരു റീലിലേക്ക് കയറി, ആ ഒരു റീല് കാണുമ്പോൾ ഇൻസ്റ്റാഗ്രാം ഓർ യൂട്യൂബിന് അറിയാം നമ്മുടെ ഇഷ്ടങ്ങൾ അതാണ്. ശേഷം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് ആയിരിക്കും നമുക്ക് കാണിക്കുന്നത്. സോ ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ റീലിൽ കയറും. പക്ഷേ നമ്മൾ 1 മണിക്കൂർ അവിടെ ചിലവാക്കും. അപ്പം എൻ്റെ ഒരു എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ അരമണിക്കൂർ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 59 സെക്കൻഡ് എനിക്ക് തരണം ഫോർ നോളജ്. അത്രേ ഉള്ളൂ. അതുപോലെ നോളജ് ഡെലിവറി ചെയ്യുന്ന ആൾക്കാരെ കൂടെ സപ്പോർട്ട് ചെയ്യുക, അവരുടെ വീഡിയോസും കാണുക, മുന്നോട്ട് അങ്ങനെ കൊണ്ടുപോകുക. ഇപ്പം എൻ്റർടൈൻമെൻറ്റ് വേണ്ടെന്നല്ല, എൻ്റർടൈൻ ചെയ്യുന്ന വീഡിയോസ് ചെയ്യുന്നവരുണ്ട്, അവർ ഹാർഡ് വർക്ക് ചെയ്താണ് ചെയ്യുന്നത്. എനിക്കറിയാം അതിൻ്റെ ഹാർഡ് വർക്ക്, കഷ്ടപ്പാട്. ഏതൊരു കണ്ടന്റ് ക്രിയേഷൻ ആയാലും ഹാർഡ് വർക്ക് ഉണ്ട്. സോ എല്ലാവരും ഈക്വലി സപ്പോർട്ട് ചെയ്യുക, അവരെ സപ്പോർട്ട് ചെയ്യുക. കോണ്ടന്റ് നല്ലതാണെങ്കിലേ ലാസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും കണ്ടന്റ് ഇപ്പം എൻ്റർടൈൻമെൻ്റ് ആയാലും ഈ പറഞ്ഞ ഫൈനാൻസ് ആണെങ്കിലും ഏതാണെങ്കിലും കോമഡി ആണെങ്കിലും എന്തായാലും അതിനകത്തൊരു വാല്യൂ അല്ലെങ്കിൽ ആ കണ്ടന്റ് ക്വാളിറ്റി നല്ലതാണെങ്കിൽ മാത്രമേ ഓഡിയൻസ് ഏറ്റെടുക്കൂ. കാരണം പണ്ടത്തെ പോലല്ല, നമുക്ക് ചോയ്സസ് ഉണ്ട്.
ഓക്കെ, ട്രാവൽ ചെയ്യുന്ന 10 ആൾക്കാരുണ്ട്. ഏത് ആരുടെ കാണണം എന്നുള്ളത് ഓഡിയൻസിൻ്റെ ഇഷ്ടമാണ്. ഓക്കെ, നമ്മുടെ ഇഷ്ടമാണ് ഏത് കാണണം എന്നുള്ളത് ചൂസ് ചെയ്യുക. അപ്പം നമ്മൾ അതിനകത്ത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വാല്യൂ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഓഡിയൻസ് നമ്മുടെ കൂടെ തന്നെ നിൽക്കും, നമുക്ക് മുന്നോട്ടും നല്ല രീതിയിൽ ചെയ്യാനും പറ്റും. അപ്പോൾ ബ്രോ ചെയ്യുന്നതല്ലാതെയുള്ള വേറെ ഫീൽഡിലുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഒരു 2-3 പേര് ബ്രോക്ക് പറയാനുണ്ടാവില്ല ഇങ്ങനെ ദിസ് ഇസ് സമ്മൺ ഐ ലുക്ക് അപ്പ് ടു, അല്ലെങ്കിൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു 2-3 പേര്? തീർച്ചയായിട്ടും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഷാരഖ് ഷംസുദ്ദീൻ സാർ. ഞാൻ പുള്ളിയുടെ വീഡിയോസ് തുടക്കകാലത്ത് കാണും. ഞാൻ ആ സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരൻ ആക്ച്വലി നമ്മുടെ കേരളത്തിൽ വലിയൊരു വിപ്ലവം ഉണ്ടാക്കിയ മനുഷ്യനാണ്. കാരണം സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി ഏറ്റവും നന്നായിട്ട് യൂട്യൂബിൽ വീഡിയോസ് ചെയ്ത ഒരു വ്യക്തിയാണ് ഷാരഖ് ഷംസുദ്ദീൻ സാർ. ഐ റെസ്പെക്ട്. ഓക്കെ, എനിക്ക് കോൺടാക്റ്റും ഉണ്ട്, സാറിനോട് സംസാരിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പം നല്ലൊരു മനുഷ്യനാണ്. വാല്യൂ മാത്രം നമുക്ക് ഡെലിവറി ചെയ്തുകൊണ്ട് ഒരുപാട് തെറ്റിദ്ധാരണകളെ തുടച്ചു മാറ്റി കേരളത്തിൽ നിന്ന്. കാരണം ഈ 2018-19 കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ ഒരുപാട് സ്കാമുകൾ ഇവിടെ നടന്നിട്ടുണ്ട്. MLM ട്രേഡിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇഷ്ടംപോലെ സ്കാമുകളിൽ കോടികൾ നമ്മുടെ കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് സ്റ്റോക്ക് മാർക്കറ്റിലും ട്രേഡിങ്ങിലോട്ടൊക്കെ വരാൻ പേടിയായിരുന്നു. അപ്പം അതിനേക്ക് ഒരു പരിധി വരെ മാറ്റിയ ഒരാളാണ് ഈ പറയുന്ന നമ്മുടെ ഷാരഖ് ഷംസുദ്ദീൻ സാർ. അതുപോലെ ട്രാവൽ വീഡിയോസിൽ ഞാൻ സുജിത് ഭക്തൻ്റെ വീഡിയോസ് കാണാറുള്ളതാണ്. അതുപോലെ കണ്ടന്റിൽ അത്യാവശ്യം വാല്യൂ ഡെലിവറി ചെയ്യുന്നത് എനിക്ക് കുറച്ച് ഇഷ്ടമാണ്. കാരണം ഒരു കാര്യം മനസ്സിലാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ള ചാനൽസിനെയൊക്കെ ഞാൻ മാക്സിമം ഫോളോ ചെയ്യുന്നതാണ്, സപ്പോർട്ട് ചെയ്യുന്നതാണ്. മറ്റുള്ള ഇൻഫ്ലുവൻസേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? ലൈക്ക് നിങ്ങൾ ഇൻഫ്ലുവൻസേഴ്സ് മീറ്റപ്പ് ഒക്കെ കൂടാറുണ്ടല്ലോ, ബാക്കിയുള്ളവരുമായിട്ടുള്ള ഒരു ഇക്വേഷൻ ഒക്കെ എങ്ങനെയാണ്? കാരണം പൊതുവേ ഇങ്ങനെ പറയപ്പെടുന്ന സോഷ്യൽ മീഡിയയിൽ ഇവനവന് ശത്രുവാണെന്നുള്ള രീതിയിലൊക്കെ. അതെ, അതിപ്പോൾ നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ കാണുമ്പോൾ എന്നെ റെപ്രസെന്റ് ചെയ്യുന്നത്, ഇപ്പോൾ അവർ വീഡിയോസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഫോളോയിങ് വെച്ചിട്ട് ഫോൺ തിരിക്കും എൻ്റെ അടുത്ത് വരുമ്പോൾ. ഇവനെ ഇങ്ങനെ കണ്ടാലേ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. ഭയങ്കര സപ്പോർട്ടീവാണ്. കാരണം ഇങ്ങനെയുള്ള വീഡിയോസ് ഇല്ല, അവർക്ക് തന്നെ ഭയങ്കര സപ്പോർട്ടാണ്. എൻ്റെ വീഡിയോസ് നോക്കിയിരുന്ന് കാണും, കാരണം അത് ഉപയോഗം ഉണ്ടാവും. അപ്പോൾ നേരിട്ട് ഇപ്പോൾ ഞാനിട്ട് കോൺടാക്റ്റ് ഉള്ളവർ വിളിച്ച് ചോദിക്കും അതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ. അപ്പോൾ ഭയങ്കര സപ്പോർട്ടീവാണ്. എൻ്റെ വീഡിയോസിൽ പല ആൾക്കാർ ഇൻഫ്ലുവൻസേഴ്സ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കയറി വരാനായാലും അത് പറഞ്ഞിട്ട് പല കാര്യങ്ങളും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട്, സജഷൻ ചെയ്യാറുണ്ട്, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുറേ പേരുമായിട്ടൊക്കെ നല്ല കോൺടാക്ട് സൗഹൃദമൊക്കെ ഉണ്ട്. 2 തരം ഇൻഫ്ലുവൻസ് ആണ് ഉണ്ടെന്ന് പറയുന്നത്. ഗുഡ് ഇൻഫ്ലുവൻസും ഉണ്ട്, ബാഡ് ഇൻഫ്ലുവൻസും ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാ ബ്രോ ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഓഡിയൻസ് നമുക്ക് ഈ പറഞ്ഞിട്ട് ബാഡ് ഇൻഫ്ലുവൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വീഡിയോസ് കണ്ടന്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കണ്ടന്റ്. ഓക്കെ, അവരുടെ ഒരു ലൈഫ് സ്റ്റൈലും അവർ ജീവിച്ചു വന്ന സാഹചര്യത്തിലായിരിക്കും അവരുടെ സംസാരം വരുന്നത്. മേ ബി അത് പുറത്തോട്ട് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ഒരു തെറ്റിദ്ധാരണയായിട്ട് ഇപ്പോൾ പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. ഓരോ യൂട്യൂബേഴ്സിനെ പറ്റി മോശമാണ്. ഈ ഇടയ്ക്ക് ഒരാൾ ഒരു ന്യൂസ് ചാനലിൽ പറഞ്ഞു ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ മോശക്കാരാണ്, സാമൂഹ്യ വിരുദ്ധരാണ്. അതൊക്കെ ഭയങ്കര തെറ്റായ, അങ്ങനെയൊന്നും ഒരിക്കലും സംസാരിക്കില്ല. എല്ലാ ഇൻഫ്ലുവൻസേഴ്സും അങ്ങനെയാണോ? ഒരിക്കലും അല്ല. ഒരു 1% കാണും എവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് വെച്ച് 99% ആൾക്കാരും നിങ്ങളെപ്പോലെ തന്നെ സാധാരണക്കാരെയും തന്നെ അങ്ങനെ വളർന്നു വന്ന ആൾക്കാരാണ്. അവരുടെ കണ്ടന്റ് കൊണ്ട് അല്ലെ അവരുടെ ആ ഒരു പാഷൻ കൊണ്ട് അവർ ചെയ്തു വളർന്നു ഓഡിയൻസിലേക്ക് എത്തി. അതാണ് സംഭവം. ഇങ്ങനത്തെ കുറച്ച് ആളുകൾ കാരണമാണോ ഇൻഫ്ലുവൻസേഴ്സിന് ഇങ്ങനെ ചീത്തപ്പേര് ഉണ്ടാവാൻ? അതെ, ചെറിയൊരു പാർട്ട് എവിടെയും കാണുമല്ലോ. ഇപ്പൊ പോലീസിൽ തന്നെ ഒരാൾ എന്തെങ്കിലും പ്രശ്നം കാണിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഡിപ്പാർട്ട്മെന്റിലാണ് ജനറലൈസ് ചെയ്യും. അതുപോലെ തന്നെയാണ് യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലോ ഒരാൾ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസേഴ്സ് മുഴുവൻ അങ്ങനെ ആയി പോയിന്ന്. അതൊക്കെ ഭയങ്കര, അതിലൊന്നും അപ്പോൾ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം, അതിലൊന്നും കാര്യമില്ല. പക്ഷേ ഇങ്ങനെ തെറ്റിദ്ധാരണ പറഞ്ഞു വരുത്തരുത്. അങ്ങനെ ആൾക്കാർ എല്ലാവരും അങ്ങനെയാണ്, അതൊക്കെ തെറ്റായ രീതിയാണ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ 500K മുകളിൽ ഫോളോവേഴ്സ് ഉണ്ട്, യൂട്യൂബിൽ 1 lakhന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അടുത്ത പ്രൊജക്ട് എന്താണ്? അടുത്ത പരിപാടി നമുക്ക് ഇതിനെ തന്നെ ഇപ്പം ഞാൻ ലോങ് വീഡിയോസിലൊന്നും അധികം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല. ലോങ് വീഡിയോസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തത്. അപ്പോൾ പിന്നെ നമുക്ക് ഈ പറഞ്ഞിട്ട് ഞാൻ കോഴ്സിൻ്റെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഇപ്പം ഞാൻ ഒരു ചെറിയ പീരീഡിലാണ് ഈ പറയുന്ന അറൗണ്ട് ഇപ്പോൾ 6 lakh ആവുന്നു ഇൻസ്റ്റാഗ്രാമിൽ. ഓക്കെ, അപ്പം യൂട്യൂബിലായാലും മോശമല്ലാതെ 2 lakhിലോട്ട് വരുന്നു. അപ്പം നമുക്ക് റാപ്പിഡ് ഗ്രോത്ത് ഉണ്ടായി. അതെങ്ങനെ ഉണ്ടായി അല്ലെങ്കിൽ അതെങ്ങനെ എനിക്ക് സാധിച്ചു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു കോഴ്സും കൂടി ഞാൻ ഡിസൈൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പഠിപ്പുരയിലാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉടനെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉടനെ എത്തുന്നതായിരിക്കും. ഈ 2 ഫേസ് ആണല്ലോ ഉള്ളത്. ഒരു റീച്ച് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന ഒരു ഫേസ് ഉണ്ട്, എന്നാൽ ആ റീച്ച് റീറ്റെയിൻ ചെയ്ത് പോകാന്നുള്ള. ഇപ്പൊ ബ്രോന് ഏതായിരുന്നു കുറച്ചുകൂടെ ടഫ് എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും ഇപ്പം നമുക്കൊരു വൈറൽ കണ്ടന്റ്, ഇപ്പം വ്യത്യസ്തമായിട്ട് ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്, ഒരു പുതുമ കൊണ്ടുവരിക. അല്ലെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ എന്തെങ്കിലും പുതിയത് ആഡ് ചെയ്തിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കുക. ദെൻ ഓഡിയൻസ് നമ്മളെ ഏറ്റെടുക്കും. അല്ലാതെ നമ്മൾ ഒരാൾ ചെയ്യുന്ന കണ്ടന്റ് തന്നെ അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ
അത് അവർ ഏറ്റെടുക്കില്ല. ബിക്കോസ് അവർ നേരത്തെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് അവർ ഏറ്റെടുക്കത്തില്ല. അപ്പോൾ പുതുമ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഉള്ളതിൽ തന്നെ പുതുക്കുക. അങ്ങനെ ഒരു കണ്ടന്റ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇപ്പം പല ആൾക്കാർക്കും സോഷ്യൽ മീഡിയയിലോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഉള്ളൊരിതാണ്, എനിക്ക് ക്യാമറ ഇല്ല, എനിക്ക് ഫോണില്ല, അല്ല എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. നോ, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് കഴിവുണ്ടോ, നിങ്ങൾക്ക് ചെയ്യാനുള്ള ആഗ്രഹമുണ്ടോ, പാഷൻ ഉണ്ടോ, തീർച്ചയായിട്ടും ചെറിയൊരു ഫോണാണെങ്കിൽ പോലും വീഡിയോ ഇട്ട് തുടങ്ങാം. ഇപ്പോഴും തുടങ്ങാം. ഇപ്പോൾ കോമ്പറ്റീഷനാണ്, ആൾക്കാരൊക്കെ ഹൈ ക്വാളിറ്റി ഔട്ട്പുട്ട് ഓഡിയോയിലായാലും വീഡിയോയിലല്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പിടിച്ചിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ട്രൈപോഡും ഒരു ഐഫോണുമേ ഉള്ളൂ. ഒബ്വിയസ്ലി ഞാൻ തുറന്ന് പറയണം. അപ്പം ഞാൻ അങ്ങനെ വീഡിയോസ് ചെയ്ത ഒരാളാണ്. അപ്പോൾ എൻ്റെ പാഷൻ്റെ പുറത്ത് ഞാൻ ചെയ്ത ഒരാളാണ്. ഞാൻ ഇത്രയും വ്യൂസ് ഒന്നും പ്രതീക്ഷിച്ച് ചെയ്ത ഒരാളല്ല. ഞാൻ അതിനകത്ത് നമ്മുടെ കേരളത്തിലുള്ള ഓഡിയൻസിൽ നിന്ന് ഒരു 5% ഞാൻ കണ്ടുള്ളൂ. അത്രയും പേര് എൻ്റെ വീഡിയോസ് കാണുള്ളൂ. കാരണം ഫൈനാൻസ് ആണ്, എത്ര പേര് കാണും. പക്ഷേ നേരെ തിരിഞ്ഞ കാര്യങ്ങൾ ഒരു 95% അത് പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഒരുപാട് ആൾക്കാർ എല്ലാവരിലേക്കും നമ്മുടെ ചാനൽ എത്തി. ഇപ്പോൾ പുറത്തോട്ടൊക്കെ പോകുമ്പോഴായാലും നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങി. അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പം അങ്ങനെയാണ്. അപ്പം നമുക്ക് ചെറിയ രീതിയിലായാലും തുടങ്ങാം. ഇപ്പോൾ നമുക്ക് എല്ലാ സെറ്റപ്പുകളുമായി. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഫൈനാൻസ് റിലേറ്റഡ് കണ്ടന്റ് അല്ലാതെ, ലൈക്ക് ഡയറക്ട്ലി സ്റ്റോക്ക് മാർക്കറ്റും ഇൻവെസ്റ്റ്മെന്റും അല്ലാതെ ബ്രോ ഡെയിലി ആൾക്കാരുടെ ഡെയിലി ലൈഫിലെ സംഭവങ്ങൾ വെച്ചിട്ട് വീഡിയോ പറഞ്ഞപ്പോൾ അത് കുറച്ചുകൂടെ ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റി. മറ്റേത് ഞാൻ ഫിനാൻസ് ആണെങ്കിൽ എനിക്ക് താല്പര്യമില്ലാന്ന് പറയാം, പക്ഷെ സ്വന്തം അവന്റെ ലൈഫിൽ ഇങ്ങനെ വെട്ടിപ്പ് നടക്കുന്നതെന്ന് പറയും. ഞാൻ എൻ്റെ ക്യാരക്ടറിനെ ഞാൻ ആ സിറ്റുവേഷനിൽ കൊണ്ടുവന്നിടും. ഓക്കെ, ഇട്ടിട്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത്, അതിപ്പോൾ ഒരു കടയിലാണെങ്കിൽ കടയിൽ കൊണ്ടിടും, പോലീസായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ റോഡിൽ കൊണ്ടിടും. അപ്പം നമ്മൾ അവരെ റെപ്രസെൻറ്റ് ചെയ്യും. ഇപ്പോൾ സിനിമയൊക്കെ എങ്ങനെയാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അപ്പം നമ്മളെ ആയിട്ടാണ് അവരവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവരുടെ ആ ഒരു പേഴ്സൺ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു രീതി എന്താണോ നമ്മൾ അവിടെ അത് റെപ്രസെൻറ്റ് ചെയ്യുക, അവരായിട്ട് നമ്മൾ കാണുക. അപ്പോൾ ഓഡിയൻസ് നമ്മളെ തന്നെ വാച്ച് ചെയ്യും. അല്ല നമ്മൾ നേരെ വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് കേൾക്കില്ല. കാരണം ഇപ്പോൾ ഒന്നാമത് ലോങ് വീഡിയോസിനൊക്കെ ഇപ്പോൾ അത്യാവശ്യം വ്യൂസ് കുറഞ്ഞു വരുന്ന ഒരു ടൈമാണ്. കാരണം യൂട്യൂബിൻ ഒക്കെ ഷോർട്സിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം ഇൻസ്റ്റാഗ്രാമായിട്ടൊക്കെ ഉള്ളൊരു കോമ്പറ്റീഷൻ. സോ അതൊക്കെയാണ് കാര്യം. ഷോർട്ട് സ്പാൻ ഓഫ് അറ്റൻഷൻ ടൈമിൽ ഇത്ര ആൾക്കാരെ പിടിച്ചിരുത്താൻ പറ്റുക, ഇൻഫർമേഷൻ പറയുക, യെറ്റ് എന്റർടൈൻ ചെയ്യുക, അതാണ് നിങ്ങളുടെ USP. യെസ്, തീർച്ചയായിട്ടും നമുക്ക് entertain+ നോളജ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് മെയിൻ. അപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഇനിയും ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റട്ടെ, എന്റർടൈൻ ചെയ്യാൻ പറ്റട്ടെ. കീപ് ഗോയിങ് ആൻഡ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.